നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന രണ്ട് സാധനങ്ങളാണ്, ഒന്ന് മഴവെള്ളം, അതേപോലെ തന്നെ സൂര്യപ്രകാശം. ഇത് പലപ്പോഴും നമ്മൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാറില്ല. കേരളത്തെ പോലെ ഇത്രത്തോളം സുലഭമായിട്ട് ചെയ്യുന്ന മഴ കിട്ടുന്ന ഒരു സ്ഥലത്തായപ്പോഴും നമ്മൾക്ക് വേനൽക്കാലത്ത് വരൾച്ച അനുഭവിക്കുന്നു പല സ്ഥലങ്ങളിലും. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളിത് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. മഴവെള്ളം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേനൽക്കാലത്ത് ഒരു ക്ഷാമം ഉണ്ടാവില്ല. അതിന് വലിയ ടാങ്ക് കുത്തി സംരക്ഷിക്കണം ഒന്നൊന്നുമില്ല. നിങ്ങളെ കിണറിന് കുറച്ച് വിട്ടായിട്ട് ഒരു സാധാ ഒരു കുഴി കുത്തിയിട്ട് അതിൽ വെള്ളം കലങ്ങാതെക്കാനുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽസ് ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾ റൂഫ് ടോപ്പിൽ വരുന്ന മഴവെള്ളം കറക്റ്റായിട്ട് കളക്ട് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്താൽ മതി. ഒരു 2-3 വർഷം കൊണ്ട് നിങ്ങളുടെ ജലനിരപ്പ്, അതായത് കിണറിലോ കുഴൽക്കിണറിലോ വരുന്ന ജലനിരപ്പ് ഉയർന്നു വരും. അത് ഒരുപാട് തെളിവുകൾ നമ്മൾ നാട്ടിൽ തന്നെയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളിത് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാത്തത്? ഇപ്പൊ പലപ്പോഴും എന്റെ വീട്ടിൽ കുഴൽക്കിണറാണ് എന്ന് പറയും. കുഴൽക്കിണറിലും ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് റീഫിൽ ചെയ്യാൻ, ഭൂമിയിലോട്ട് ഇറക്കി വിടാൻ. നിങ്ങൾ ഇനി സ്റ്റോറേജ് കെട്ടി ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു ശരാശരി ഒരു മനുഷ്യന്റെ ഉപയോഗത്ത് വരുന്ന വെച്ചാൽ 135 ലിറ്ററാണ് ഒരു ദിവസം വേണ്ട വെള്ളത്തിന്റെ അളവ്. അപ്പൊ സ്റ്റോറേജ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ ഒരാളൊരു ഉപയോഗം നോക്കുക, അതേപോലെ തന്നെ എത്ര റെയിൻ വാട്ടർ നിൽക്കും. പലപ്പോഴും കേരളത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്ഭുതപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ വിഭവത്തിന്റെ എത്രയോ ഇരട്ടി വെള്ളം നമുക്ക് കിട്ടാറുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ MEP-ലൊക്കെ പക്ഷേ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും എത്ര വെള്ളമാണ് നിങ്ങൾക്ക് സംഭരിച്ച് വെക്കേണ്ടത്. ഞങ്ങൾ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്നത് ലക്ഷക്കണക്കിന് ലിറ്ററാണ്. അത്രയും ലിറ്റർ നമ്മൾ ചെറിയ റൂഫ് ടോപ്പ് നമുക്ക് കിട്ടാറുണ്ട് വെള്ളം. അത്രയും മഴവെള്ളം നമുക്ക് ഉണ്ടായിട്ട് പോലും നമുക്ക് വരൾച്ച അനുഭവിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട സംഭവം വെച്ച് കഴിഞ്ഞാൽ എത്ര ചെറിയ വീടാണെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് കറക്റ്റായിട്ട് ഭൂമിയിലോട്ട് കൊടുക്കുക. കാരണം നാളത്തെ നമുക്ക് വെള്ളം ആവശ്യമാണ്. ഇന്ന് നമുക്ക് ചിലപ്പോൾ വെള്ളം ഉണ്ടാവാം. ഭൂമിയുടെ ജലനിരപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ തന്നെ നടന്നൊരു പഠനത്തിന്റെ റിപ്പോർട്ടാണ്. അതിൽ ജലതോട്ട് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അവിടുത്തെ വെള്ളം അറബിക്കടലിൽ എത്തുന്നുണ്ടെന്നുള്ളതാണ്. അതായത് വെള്ളം മഴ വരുന്നു, 24 മണിക്കൂറിനുള്ള കടലിൽ എത്തുന്നു. അത്രയും ഫാസ്റ്റാണ്. നമ്മളത് കറക്റ്റായിട്ട് ഭൂമിയിലോട്ട് ഡിസ്ചാർജ് ചെയ്യുകയേ ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾ ഇനി വീടോ ബിൽഡിങ്ങോ എടുക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇത് നിസ്സാരമായി കാണരുത്, വെള്ളക്കുടി മുട്ടും.